നമസ്തേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ് ഇൻ ഇന്ത്യ ആണ്. ട്രസ്റ്റിൻ്റെ അസസ്മെൻറ്റിനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, ഫ്രെയിം വർക്ക് ഉണ്ട്, കംപ്ലയൻസ് ഉണ്ട് ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട് 1961. എന്താണ് ഒരു ട്രസ്റ്റ്? ഒരു ട്രസ്റ്റിന് ഒരു ഓതർ ഉണ്ടാവും, ട്രസ്റ്റി ഉണ്ടാവും, ബെനിഫിഷ്യറി ഉണ്ടാവും. ഈ ട്രസ്റ്റിൻ്റെ ഓതർ, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ട്രസ്റ്റിക്ക് സൂക്ഷിക്കാൻ വേണ്ടി കൈമാറും ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബെനിഫിഷ്യറി. ഓതർ ഓഫ് ദ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൂ റിപ്പോസസ് ഓർ ഡിക്ലെയർസ് ദ കോൺഫിഡൻസ് ഇൻ ദ ട്രസ്റ്റി. ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ അക്സെപ്റ്റ്സ് ദ കോൺഫിഡൻസ് ആൻഡ് ഹോൾഡ്സ് ദ ട്രസ്റ്റ് പ്രോപ്പർട്ടി. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ് ദ കോൺഫിഡൻസ് ഈസ് റിപ്പോസ്ഡ് ആൻഡ് ആക്സെപ്റ്റഡ്. ഇന്ത്യയിൽ പല ടൈപ്സ് ഓഫ് ട്രസ്റ്റുകളുണ്ട്. പ്രൈവറ്റ് ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റ്, സ്പെസിഫിക് പർപ്പസ് ട്രസ്റ്റ്. പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്രിയേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്പെസിഫിക് ഇൻഡിവിജ്വൽസ്. ടിപ്പിക്കലി അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിനായിരിക്കും പ്രൈവറ്റ് ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക. പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക്. സ്പെസിഫിക് പർപ്പസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടി, ഒബ്ജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയത്. ട്രസ്റ്റ് ഇൻകത്തിൻ്റെ ടാക്സിബിലിറ്റിക്ക് പല സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 160, 161, 164 ഇതൊക്കെ അതിലുള്ളതാണ്. ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് അസസി, ഡിസ്ക്രിഷണറി ട്രസ്റ്റിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അസസ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് ട്രസ്റ്റ്. പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണെന്നറിയോ? അതിൽ ആദ്യം തന്നെ നമ്മളത് ഡിറ്റർമിനേറ്റ് ട്രസ്റ്റ് ആണോ ഡിസ്ക്രിഷണറി ട്രസ്റ്റ് ആണോ എന്ന് നോക്കണം. ഡിറ്റർമിനേറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യറീൻ്റെ ഷെയർ എത്രയെന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ഡിറ്റർമിനേറ്റ് ട്രസ്റ്റിൻ്റെ കേസിൽ. ഡിസ്ക്രിഷണറി ട്രസ്റ്റിൻ്റെ കേസിൽ ബെനിഫിഷ്യറീസിൻ്റെ ഷെയർ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് ഓൺ ബെനിഫിഷ്യറിക്ക് എത്ര ഷെയർ കൊടുക്കണം എന്നുള്ളത് ട്രസ്റ്റി ഡിസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതാണ് ഡിസ്ക്രിഷണറി ട്രസ്റ്റ്. ഡിറ്റർമിനേറ്റ് ട്രസ്റ്റിൻ്റെ കേസിൽ ടാക്സിൽ എത്രയാണ് വരിക എന്ന് വെച്ചാൽ ഓരോ ബെനിഫിഷ്യറിക്കും ഏത് റേറ്റാണോ അപ്ലിക്കബിൾ ആവുക ആ റേറ്റിനാണ് ഡിറ്റർമിനേറ്റ് ട്രസ്റ്റിൻ്റെ ടാക്സ് റേറ്റ് വരിക. എന്നാൽ ഡിസ്ക്രിഷണറി ട്രസ്റ്റിൻ്റെ ടാക്സ് റേറ്റ് മാക്സിമം മാർജിനൽ റേറ്റ്, അത് ഡിറ്റർമിനേറ്റ് ടാക്സിൻ ആ ഒരു സാധാ ടാക്സ് റേറ്റിനെക്കാട്ടും വലിയൊരു റേറ്റാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുക. സോ ഡിസ്ക്രിഷണറിക്ക് ആ ഒരു റേറ്റാണ് വരിക. സോ ഒരു ടേക്ക് അവേ എന്ന് പറയുമ്പോൾ, കീ ടേക്ക് അവേ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിഷണറി റേറ്റ് വയ്ക്കാതിരിക്കുന്നതാണ് നന്നാവുക. ഡിസ്ക്രിഷണറി ആയിട്ട് വെക്കാതിരിക്കുന്നതാണ് നന്നാവുക. കാരണം അങ്ങനെ ചെയ്താൽ മാക്സിമം റേറ്റ് ആയി പോവും. സോ ഡിറ്റർമിനേറ്റ് ട്രസ്റ്റ് ആണ് ടാക്സ് റേറ്റ് കുറയ്ക്കാൻ നല്ലത് പൊതുവെ. In public trust, exemptions and conditions are the private trustൻ്റെ കേസിൽ, പബ്ലിക് ട്രസ്റ്റിൻ്റെ കേസിൽ സെക്ഷൻ 11, സെക്ഷൻ 12, സെക്ഷൻ 13 പല കണ്ടീഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുറേ എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. പബ്ലിക് ട്രസ്റ്റിന് കുറേ എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. എക്സംഷൻ ഫോർ ഇൻകം അപ്ലൈഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസസ്, കണ്ടീഷൻസ് ഡിനൈങ് എക്സംഷൻ ഫോർ ബെനിഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്, നോൺ ചാരിറ്റബിൾ പർപ്പസസ് എക്സെട്ര. ഇങ്ങനെ പറയുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 11, സെക്ഷൻ 12, സെക്ഷൻ 13 ഒക്കെ. ഡിസ്ക്രിഷണറി ആൻഡ് സ്പെസിഫിക് ട്രസ്റ്റിന് നമ്മൾ പറഞ്ഞതാണ്. ഡിസ്ക്രിഷണറി ആവുമ്പോൾ ട്രസ്റ്റി ആണ് ഓരോ ബെനിഫിഷ്യറിക്ക് എത്ര ഷെയർ ഓഫ് ഇൻകം കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് ഓഫ് ട്രസ്റ്റ് എന്താണ്? റിട്ടേൺ ഫയൽ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം, ഫോം 10 and 10BB ഒക്കെ ഫയൽ ചെയ്യണം. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ജുഡീഷ്യൽ പ്രസിഡൻസ്. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പല ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ലെജിസ്ലേഷനിൽ. ഇപ്പോൾ CIT വേഴ്സസ് എസ് രഘുനാഥ് 2001 എന്നുള്ള കേസ് നോക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 11 കീഴിൽ കോർപ്പസ് ഡൊണേഷൻ ടാക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കോർപ്പസ് ഡൊണേഷൻ എന്ന് വെച്ചാൽ ട്രസ്റ്റിൻ്റെ ഒരു മെയിൻ ഇൻകം ആണ് വോളണ്ടറി ഡൊണേഷൻ, അങ്ങനെയുള്ള ഡൊണേഷൻസ് ഒക്കെ. സോ
കോർപ്പസ് ഡൊണേഷൻ എന്ന് വെച്ചാൽ ട്രസ്റ്റിലേക്ക് ഒരാൾ ഇന്ന പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡൊണേറ്റ് ചെയ്യുക, അതാണ് കോർപ്പസ്. അത് ടാക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് CIT വേഴ്സസ് രഘുനാഥ് 2001 എന്ന കേസിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. താക്കൂർ ലക്ഷ്മൺ സിംഗ് ജി വേഴ്സസ് CIT 2000 എന്ന കേസിൽ പറയുന്നത് ഡിസ്ക്രിഷണറി ട്രസ്റ്റ് ഇൻകം ഇസ് ഓൾവേസ് അസസ്ഡ് അറ്റ് MMR, നോ അപ്പോർഷൻമെൻറ്റ് പെർമിറ്റഡ്. ഡിസ്ക്രിഷണറി ട്രസ്റ്റിംഗ് എപ്പോഴും MMRൽ തന്നെ മാക്സിമം മാർജിനൽ റേറ്റിൽ തന്നെ ടാക്സ് ചെയ്യണമെന്നാണ് ഈ ഒരു താക്കൂർ ലക്ഷ്മൺ സിംഗ് ജി വേഴ്സസ് CIT 2000 എന്നുള്ള കേസിൽ പറയുന്നത്. ഇനി നമുക്ക് കീ ടേക്ക് അവേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേച്ചർ ഡിറ്റർമൈൻസ് ടാക്സബിലിറ്റി. നമ്മൾ പറഞ്ഞതാണ് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ സ്പെസിഫിക് പർപ്പസിനുള്ള ട്രസ്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് അവരുടെ ടാക്സബിലിറ്റി തീരുമാനിക്കുന്നത്. ഷെയർ സെർട്ടൈനിറ്റി ഈസ് ക്രിറ്റിക്കൽ. Maximize tax efficiency by exercising extreme care in drafting the trust deed. Predefined shares avoid maximum marginal rate entirely. Tax deed എങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ടാക്സ് ലയബിലിറ്റി ഒക്കെ കുറയ്ക്കാൻ പറ്റും. കംപ്ലയൻസ് ഇസ് നോൺ നെഗോഷ്യബിൾ. ടൈംലി രജിസ്ട്രേഷൻ അണ്ടർ 12AB, ഫോംസ് 10BB, ഓഡിറ്റ്സ് ആൻഡ് റിട്ടേൺസ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ടു റിട്ടേൺ എക്സംഷൻസ്. പല എക്സംഷൻസും ടാക്സ് ട്രസ്റ്റിന് നിയമപരമായി കിട്ടുന്നുണ്ട്. ആ എക്സംഷൻസ് ഒക്കെ കിട്ടുന്നു എന്ന് ഉറപ്പാക്കാനായിട്ട് റിട്ടേണും ടൈംലി ഫയൽ ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം, ഫോംസ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. എന്നാലേ ആ എക്സംഷൻസ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രസ്റ്റ്. താങ്ക് യു ഫോർ ഹിയറിങ്. താങ്ക് യു.